നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 1 ശനി. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. ഹിന്ദി ഇന്ത്യയോ? ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന പ്രതിഷേധത്തെ കേവലമായ ഭാഷാ ഭ്രാന്ത് എന്ന നിലയിൽ സമീപിക്കുന്നത് ചരിത്ര നിഷേധമായിരിക്കും. അതീശ ശക്തികൾ അവരുടെ ആശയങ്ങളും ഭാഷയും എക്കാലവും സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെതിരെ ചെറുത്തുനിൽപ്പ് ഉയരുക സ്വാഭാവികം. സ്വന്തം ഭാഷയും സംസ്കാരവും സംരക്ഷിക്കുന്നതിനൊപ്പം ഭാഷാ അധിനിവേശം ചെറുക്കുക എന്ന സന്ദേശം കൂടി ഇത്തരം പ്രതിഷേധ ശബ്ദങ്ങളിൽ നിലീനമായിട്ടുണ്ട്. വൈവിധ്യങ്ങളെ അംഗീകരിക്കാനുള്ള അസഹിഷ്ണുതയോടുള്ള കലാപം കൂടിയാണ് ഇത്തരം ചെറുത്തുനിൽപ്പുകൾ. തമിഴും ഇംഗ്ലീഷും പഠിപ്പിക്കുന്ന തമിഴ്നാട്ടിലെ പാഠ്യ പദ്ധതിയെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചോദ്യം ചെയ്തതും 10ാം ക്ലാസ്സുകാർക്ക് വർഷം 2 ബോർഡ് പരീക്ഷ നടത്താൻ ലക്ഷ്യമിട്ട് CBSE പുറത്തുവിട്ട കരട് നയരേഖയിൽ പഞ്ചാബി ഭാഷയെ പുറന്തള്ളാനുമുള്ള ശ്രമവുമാണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾക്ക് ഹേതു. വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ത്രിഭാഷാ നയം അത്യാവശ്യമാണ് എന്ന ന്യായം പറഞ്ഞായിരുന്നു തമിഴ്നാട്ടിലെ തമിഴ് ഇംഗ്ലീഷ് ഫോർമുലയെ ധർമ്മേന്ദ്ര പ്രധാൻ വിമർശിച്ചത്. ത്രിഭാഷാ പദ്ധതി പിന്തുടരാൻ തമിഴ്നാടിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള ഫണ്ട് തടയാനുള്ള ഭീഷണിയായിട്ട് കൂടിയാണ് തമിഴ്നാട് ഈ നിർദ്ദേശത്തെ കണ്ടത്. 1937 സെക്കൻഡറി തലത്തിൽ ഹിന്ദി നിർബന്ധമാക്കിയ മദ്രാസ് സർക്കാരിന്റെ തീരുമാനം മുതൽ പല ഘട്ടങ്ങളിൽ തമിഴ്നാട്ടിൽ ഹിന്ദി അധിനിവേശത്തിനെതിരെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു ഭാഷയ്ക്കും തമിഴർ എതിരല്ലെന്നും ഹിന്ദി വെറും മുഖംമൂടിയാണെന്നും യഥാർത്ഥ ലക്ഷ്യം സംസ്കൃതം അടിച്ചേൽപ്പിക്കലാണെന്നും കാണിച്ച മുഖ്യമന്ത്രി MK സ്റ്റാലിൻ DMI പ്രവർത്തകർക്ക് അയച്ച തുറന്ന കത്തിൽ ഹിന്ദി ആധിപത്യത്തിൽ നാമാവശേഷമായ പ്രാദേശിക ഭാഷകളുടെ പട്ടിക നിരത്തിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ ജയിക്കാൻ പഞ്ചാബി നിർബന്ധമാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ടാണ് CBSEയുടെ നീക്കത്തിനെതിരെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാർ നിലപാടെടുത്തത്. രാജ്യത്തിന്റെ ഭാഷാ വൈവിധ്യങ്ങൾ ഇല്ലാതാക്കി ഹിന്ദിക്ക് പ്രാമുഖ്യം നൽകാനുള്ള ശ്രമങ്ങൾക്ക് ദീർഘമായ ചരിത്രമുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ 2ാം പാദത്തിൽ ഹിന്ദിക്കും നാഗരി ലിപിക്കും വേണ്ടി അന്നത്തെ സവർണ ഹൈന്ദവ ശക്തികൾ നടത്തിയ ഇടപെടലിന്റെ ഫലമാണത്. ആധുനിക ഹിന്ദിയുടെ പിതാവായി അറിയപ്പെടുന്ന ഭരതേന്ദു ഹരിശ്ചന്ദ്രയെ പോലുള്ള എഴുത്തുകാർ നടത്തിയ ആസൂത്രിത ശ്രമങ്ങളാണ് ഉറുദുവിനും പേർഷ്യനും ഹിന്ദുസ്ഥാനിക്കും മേൽ ഹിന്ദിയുടെ ആധിപത്യം ഉറപ്പിച്ചത്. 1893 ബനാറസിൽ നാഗരി പ്രചാരണി സഭ സ്ഥാപിക്കപ്പെട്ടതോടെ ഹിന്ദിയും ദേവനാഗരി ലിപിയും പ്രോത്സാഹിപ്പിക്കണമെന്ന് വാദിക്കുന്നവർക്ക് പ്രാമുഖ്യം ലഭിച്ചു. ഉറുദു മുസ്ലിങ്ങളുടെയും ഹിന്ദി ഹിന്ദുക്കളുടെയും എന്ന മട്ടിലുള്ള മതപരമായ വിഭജനത്തിനും ഇത്തരം ഇടപെടലുകൾ ആക്കം കൂട്ടി. 1897 കോടതി ഭാഷയും പ്രാഥമിക വിദ്യാഭ്യാസ മാധ്യമവും ഹിന്ദിയാക്കണമെന്നാവശ്യപ്പെട്ട് നോർത്ത് വെസ്റ്റ് പ്രൊവിൻസിലെയും അവധിയിലെയും ലഫ്റ്റനന്റ് ഗവർണർ സർ ആന്റണി മക്ഡൊണാൾഡ്സിന് 6000 പേർ ഒപ്പിട്ട ഒരു നിവേദനം കൈമാറിയത്. ഒരേ സമയം കോൺഗ്രസിന്റെയും ഹിന്ദു മഹാസഭയുടെയും നേതാവായ മദൻ മോഹൻ മാളവിയാണ്. തുടർന്ന് 1900 കോടതി ഭാഷ ഹിന്ദിയാക്കി മാക്ഡൊണാൾഡ് ഉത്തരവിട്ടു. പേർഷ്യൻ ഉറുദു സ്വാധീനങ്ങളിൽ നിന്ന് ഹിന്ദിയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടായിരുന്നു അത്. ഹിന്ദിയിൽ പേർഷ്യൻ ഉറുദു സ്വാധീനം ഒഴിവാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു. കഴിഞ്ഞ ദിവസം സമാപിച്ച കുംഭമേളയിലെ വിശുദ്ധ കുടയുടെ പേര് ഷാഹി സ്നാൻ എന്നതിൽ നിന്ന് അമൃത് സ്നാൻ എന്നാക്കി മാറ്റിയതും അതിന്റെ ഒടുവിലത്തെ ഉദാഹരണം. 1948 പാകിസ്ഥാനിലാകെ ഉറുദു അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ആ രാജ്യത്തിന്റെ വിഭജനത്തിലാണ് കലാശിച്ചത്. പാകിസ്ഥാനിലെ ഏക ഫെഡറൽ ഭാഷ ഉറുദുവാണെന്ന പ്രസിഡന്റ് മുഹമ്മദ് അലി ജിന്നയുടെ പ്രഖ്യാപനം അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. 1952 ധാക്കയിൽ ഭാഷാ അധിനിവേശത്തിനെതിരെ ബംഗാളി സംസാരിക്കുന്ന ജനങ്ങൾ നടത്തിയ സമരത്തെ പോലീസും പട്ടാളവും അടിച്ചമർത്താൻ ശ്രമിച്ചു. ഫെബ്രുവരി 21 നിരവധി പേർ മാതൃഭാഷയ്ക്കു വേണ്ടി രക്തസാക്ഷികളായതിന്റെ ഓർമ്മയ്ക്കായാണ് ആ ദിനം ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്. ഭാഷ സംസ്കാര വൈവിധ്യങ്ങളെ അംഗീകരിക്കാനുള്ള വൈമുഖ്യമാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ ഹിന്ദി ഭ്രാന്തിന് പിന്നിൽ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതുപോലെ ഒരു രാജ്യം ഒരു ഭാഷ, ഒരു രാജ്യം ഒരു മതം എന്നിവ നടപ്പാക്കാനുള്ള ശ്രമമാണിത്. ഹിന്ദി, ഹിന്ദു, ഹിന്ദുസ്ഥാൻ എന്ന മുദ്രാവാക്യത്തിന് രാഗി മൂർച്ച കൂട്ടുകയാണവർ. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു.